പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 23-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. വിതക്കാരൻ്റെ ഉപമയിൽ ദൈവവചനത്തെ വയലിൽ വിതയ്ക്കപ്പെടുന്ന വിത്തിനോടാണ് ഈശോ ഉപമിച്ചിരിക്കുന്നത്. ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്കാണ് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നത്. ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ്. എഫേസ്യസ് 6:17 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, ആത്മീയ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം എല്ലാവരും അന്ധകാര ശക്തികൾക്കെതിരെ പോരാടേണ്ടവരാണ്. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്തു വേണം നാം ആത്മീയ സമരം ചെയ്യുവാനായിട്ട്. എന്തിനു വേണ്ടിയാണ് ദൈവവചനങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മോട് പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതങ്ങളാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവത്തിൻ്റെ മക്കൾ മനുഷ്യർ പൂർണ്ണരാകുകയും എല്ലാ സത്പ്രവർത്തികളും ചെയ്യുന്നതിനും പ്രാപ്തരാകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ച് അത് അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്കാണ് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നത്. വചനം നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും തങ്ങി നിൽക്കുകയാണെങ്കിൽ വചനം ഫലം പുറപ്പെടുവിക്കുകയില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ വ്യക്തികൾ ആത്മീയമായ അന്ധകാരത്തിൽ തന്നെയാണ് കഴിയുന്നത്. നാം ധാരാളം വചനം കേൾക്കുകയും വചനം വായിക്കുകയും ചെയ്യുന്നവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഈ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്തത് എന്ന് ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റവും വരാത്തത്? ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ വചനമാകുന്ന വിത്ത് വിതയ്ക്കുമ്പോൾ സാത്താൻ അവ നശിപ്പിച്ച് കളയുകയും അതിനു പകരമായിട്ട് കളകളാണ് നമ്മുടെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്. സാത്താൻ വിതയ്ക്കുന്ന കളകൾ എന്തൊക്കെയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും അഹങ്കാരത്തിൻ്റെയും ധനമോഹത്തിൻ്റെയും ജഡിക മോഹങ്ങളുടെയും എല്ലാം യുക്തി ചിന്തകളുടെയും എല്ലാം വിത്തുകളാണ് സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ വിതച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാത്താൻ അവൻ്റെ വർക്ക്ഷോപ്പാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റുകയാണ്. അവൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. അത് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മോട് പറയുകയാണ് 1-ാം അധ്യായം 21-22 തിരുവചനങ്ങളിലൂടെ എങ്ങനെ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും എന്ന്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനമനുസരിച്ച് ജീവിക്കുന്നവരും ആകുവിൻ എന്ന്. അപ്പോൾ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് 100 മേനി ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.